രാജസ്ഥാനിൽ മഞ്ഞ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ന്യൂ രാജസ്ഥാൻ മാർബിളൊക്കെ ഇവിടെ വന്നാണ് മാർബിൾ എടുത്തോണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല, തീയും വന്നില്ല. ആൽബർട്ട് ഹോൾ മ്യൂസിയം. ഞാനിവിടെ നെറ്റിയിൽ വരെ ലസ്സി കാണാമോ? ഞാനും വല്ലതും ഹവാമഹലൊക്കെ കണ്ണി പിടിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെ ഗൈഡ് എടുക്കും, എങ്ങനെ വേൾഡ്സ് ലാർജസ്റ്റ് സൺഡയലിന്റെ മുകളിൽ കയറും? എന്താ കഴിക്കാൻ പോണേ? കുഫി. ഉണ്ണിമയ്ക്ക് ജലദോഷമാണ്, ഒന്നും അറിയില്ല. പക്ഷെ ആക്ച്വലി ഈ ചായക്ക് നല്ല റോസിന്റെ ഫ്ലേവർ ഉണ്ട്. അതായിരിക്കും ഗുലാബ് ജി ചായ് വാല എന്ന് പറയുന്നത്. ഉണ്ണിമ അത് മിക്കവാറും കറുത്ത കുതിര പൊടിയടിച്ച് ഇങ്ങനെ ആയതായിരിക്കും. ജാനം എവിടെയാ നിക്കുന്നത്? ഹായ്, ഹലോ, നമസ്കാരം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഷിംലയിലാണോ? അല്ല, മണാലിയിലാണോ? അല്ല, രാജസ്ഥാനിൽ മഞ്ഞ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാണിച്ചു തരാം. ദാ രാജസ്ഥാനിലെ മഞ്ഞ് വീണ മലനിരകൾ കണ്ടോളൂ. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു ജയ്പൂരാണ്. ആ സമയത്ത് നമ്മൾ പൊന്നു ജാനുമേ, യൂട്യൂബ് കോപ്പിറൈറ്റ് അടിച്ച് കൈ തരുവടാ എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒട്ടുമിക്കതും വിൻ നോയ്സ് കാരണം ഒന്നും കേൾക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കിഷൻഗഡ് മാർബിൾ ഡംപിങ് യാർഡിലാണ്. ഇവരതിനെ വിളിക്കുന്നത് സ്നോ യാർഡെന്നാണ്. അങ്ങനെ പറഞ്ഞാലല്ലേ ആരെങ്കിലും വരൂ. ശരിക്കും മാർബിൾ മുറിക്കുമ്പോൾ ഉള്ള പൊടിയെല്ലാം കൂടെ തൂക്കി അവരൊരു സ്നോ യാർഡ് പോലെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ ജയ്പൂർ വ്ളോഗാണ്. നമ്മൾ ഓൺ ദ വേ ടു ജയ്പൂറാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാണാം, അതിനുശേഷം ജയ്പൂരിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഈ വ്ളോഗിൽ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് ആൻഡ് വെൽക്കം ടു ഉണ്ണിമ. അപ്പൊ അല്ല കേട്ടാ, ഇവിടെ കറുത്ത കുതിരയും കാണാനുണ്ട്. അതും ഇതിനെ ഇപ്പൊ കൊണ്ട് പാർക്ക് ചെയ്തത് മറ്റേതിന് ഇന്നലെ രാത്രി കൊണ്ട് കെട്ടിയത് കാണാന്ന് പറഞ്ഞൂടാ. എന്തായാലും ഗൈസ്, അവിടെ ഒരു കറുത്ത കുതിര അപ്പോൾ മാർബിളിൻ്റെ തന്നെ ഒരു വീലൊക്കെ കണ്ട് ജാനുമി അതിനകത്ത് കയറിയിരിക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞ ഡയലോഗുകളൊന്നും ഓഡിബിൾ അല്ല, വിൻഡിൻ്റെ ഭയങ്കര നോയ്സ് കാരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, ആക്ച്വലി കിഷൻഗഡ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ എയർപോർട്ടൊക്കെ കണ്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ കാര്യം രാജസ്ഥാനിൽ മേജർ സിറ്റീസ് ജയ്പൂർ, ഉദയ്പൂർ, ജോധ്പൂർ അങ്ങനത്തെ സ്ഥലത്തൊക്കെ എയർപോർട്ട്സ് കണ്ടിട്ടുള്ളൂ. പക്ഷേ കിഷൻഗഡിൽ എയർപോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും ഈ മാർബിൾ വ്യവസായത്തിൻ്റെ ഒരു ഹബ്ബാണ് കിഷൻഗഡ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിവിടെ ചെന്നപ്പോൾ അതിവിടെ കാണാനും ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല, തീയും വന്നില്ല. ഇവിടെ ബാക്കിലൊരു എന്താണ് പോണ്ടല്ലേ, മറ്റേ ഈ ബ്ലൂ കളർ വെള്ളമൊക്കെ ഉള്ളൊരു പോണ്ട് പോലെ. ഈ മണ്ണിൻ്റെ പുറത്ത് വെള്ളം കിടക്കുമ്പോൾ അത് ബ്ലൂയിഷ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ നല്ല ഭംഗിയുള്ള ഫോട്ടോ. ഞങ്ങൾ ശരിക്കും ഈ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞ് തന്നെ കുറേ റീൽസും ഫോട്ടോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ തൊട്ടപ്പുറത്ത് കിടക്കുകയല്ലേ, ജോധ്പൂർ പോകുന്ന വഴിക്ക് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. ജയ്പൂർ പോകുന്ന വഴി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഉള്ള സത്യം പറഞ്ഞാൽ ടൈം വേസ്റ്റ് ആക്കി വരേണ്ട ആവശ്യമില്ല. നല്ല കാലാവസ്ഥയാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ ഭയങ്കര ചൂടും അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇവിടുത്തെ പരിപാടികൾ മതിയാക്കി നമ്മൾ ഇറങ്ങുകയാണ്. ബാക്കി നമുക്ക് ജയ്പൂരിൽ വെച്ച് കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രം ജയ്പൂർ. നമ്മൾ ആദ്യം തന്നെ പോയത് ക്യൂരിയസ് ലൈഫ് കോഫി റോസ്റ്റേഴ്സ് എന്ന് പറയുന്ന കഫേയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ഇത് മെയിൻലി ഒരു കോഫി പ്ലേസ് ആയിരുന്നു കേട്ടോ. കഫേ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലമായിരുന്നു. ഒത്തിരി ടൈപ്പ് കോഫിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതല്ലാതെ കുറേ വെറൈറ്റി ഐറ്റംസ്, സ്മൂതി ബൗൾസ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റി നമുക്കവിടെ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചിക്കൻ ഹമ്മസ് ബൗൾ, പിന്നെ ജാനുമിക്കൊരു ബ്ലൂബെറി മഫിൻ ആൻഡ് സിനമൺ റോൾ, പിന്നെ കോഫി ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഓർഡർ ചെയ്ത എല്ലാം ആക്ച്വലി ഡിഫറെൻ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു.
അടിപൊളി ഫുഡായിരുന്നു ആക്ച്വലി. ചിക്കൻ ഹമസ് രക്ഷയില്ലായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. സർവീസ് അത്ര പോരാ, ഇതാണ് ശോകമാണ്. പക്ഷെ ഫുഡ് ഫുഡായിരുന്നു. എവിടെ പോവും? ആൽബർട്ട് ഹാൾ മ്യൂസിയം. നിക്ക് 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 നിക്ക്, പോയിട്ട് പോയെന്ന് പറഞ്ഞാ പോരെ, പറ. ജന്തർ മന്ദർ. എവിടെ പോവും? അപ്പം ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ജയ്പൂരിലെ ഫേമസ് ലസ്സി ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു ലസ്സി ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ട്, ഒരു മിർസ ഇസ്മായിൽ റോഡ് എന്ന് പറയുന്ന റോഡിൽ ഒരു ലസ്സി സെക്ഷൻ തന്നെ ഉണ്ട്. നിറച്ച് ലസ്സി കടകളാണ്. പക്ഷേ ഈ ഷോപ്പ് നമ്പർ 312 ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേമസ് ലസ്സി വാല എന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കടയാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്ത് കണ്ടത്. ജാനമിയുടെ നോഡ് ഓഫ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ഒരു സംഭവമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ, മലായി. പ്രോപ്പർ മറ്റേ ജോധ്പൂരിൽ കിട്ടും ലസ്സി, പക്ഷെ അത് പായസം പോലെ ഇരിക്കുന്ന ലസ്സിയാണ്, ഭയങ്കര മറ്റേ ക്രീമി. ഇത് നമ്മുടെ മോരൊക്കെ പോലെ തന്നെ, പക്ഷെ മധുരമുള്ള അടിപൊളി സാധനം. ജാനമിക്ക് മീശ വരുന്ന എടുത്തോ. ജാനമി കുടിച്ചോ, മീശ കാണിച്ചെടുക്കും. ഞാനിവിടെ നെറ്റിയിൽ വരെ ലസ്സി. കൊള്ളാവാ, പൊളി സാധനമാണ്, പൊളി സാധനം രതീഷ. അപ്പോൾ ഇതാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം. പക്ഷെ ത്രൂ ഔട്ട് ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകം കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു എന്നിട്ട് പോലും കയറാൻ പറ്റിയിട്ടില്ല. ആ വിശേഷമൊക്കെ വിശദമായിട്ട് ഞാനിനി നെക്സ്റ്റ് വ്ളോഗിൽ പറയാം. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ചീറ്റി. അപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് ഹവാ മഹൽ. കണ്ണ് കാണാമോ ഞാനും വല്ലതും? ഹവാ മഹലൊക്കെ കണ്ണി പിടിക്കുന്നുണ്ട്, കണ്ണി പിടിക്കുന്നുണ്ട്. ഇതിനകം മൊത്തം പൊള്ളയാണല്ലേ? ഈ പുറത്ത് കാണുന്ന ഗ്രാൻഡിയറൊക്കെ ഉള്ളു അല്ലേ ബാബാ? അകം എന്താ ജാനമി പൊള്ള? ജാനം അകം പൊള്ളന്ന് കണ്ടപ്പോ വിഷമമാടാ. പാവ അകം പൊള്ളാന്ന് വിഷമിച്ചിരിക്കുന്നു പാവ. അപ്പോൾ ഈ ഹവാമഹലിൻ്റെ പുറത്തുനിന്ന് കാണുന്ന ഒരു ഗ്രാൻഡിയർ അകത്ത് കയറുമ്പോൾ ഇല്ല, അതൊരു കുറച്ചൊരു തിൻ സ്ട്രക്ചർ പോലെയാണ്. കമ്പയർ ടു മറ്റു പല രാജസ്ഥാൻ ഫോർട്ട്സ് ഇത് വളരെ ചെറിയൊരു ഫോർട്ടായിട്ട് നമുക്ക് തോന്നുന്നു. അതാണ് ഞാൻ പൊള്ളാന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഞങ്ങൾ ഹവാമഹലൊക്കെ കണ്ടിറങ്ങി. എന്നിട്ട് ജയ്പൂർ വരെ വന്നിട്ട് ഒരു ജയ്പൂർ ഒരു ടുക് റൈഡ് എടുക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവല്ലേ? അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അടുത്ത സ്ഥലത്തോട്ടാണ്, ജന്തർ മന്തർ ഇൻ ടുക്. ഉണ്ണിമാ, ഇതാണ് വേൾഡ്സ് ലാർജസ്റ്റ് സൺ ഡയൽ. അതിൻ്റെ മുകളിൽ ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്, അവിടെ കയറാൻ പറ്റും. പോണോ? ഒന്നുമില്ല, വേൾഡ്സ് ലാർജസ്റ്റ് സൺ ഡയലിൻ്റെ മണ്ടേ കയറിയെന്ന് പറയാമല്ലോ.
നീ മോളിൽ കയറിയാലും എങ്ങനെയെങ്കിലൊക്കെ നീ മനസ്സിലാക്കുമ്പോൾ 2 മണിയാണ്. അതിനെക്കാട്ടിലും നല്ല ഞാൻ നിന്റെ സമയം പറഞ്ഞു. അല്ല തമാശയാണ്, നിങ്ങൾ തമാശയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് വേൾഡ്സ് ലാർജസ്റ്റ് സൺഡയൽ എന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയതാണ് ആണെന്ന് തോന്നുന്നത് കേട്ടോ. ഗൈഡ് എടുക്കാൻ നിന്നില്ല, ബിക്കോസ് വയ്യാത്തുണ്ടോ. ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെ ഗൈഡ് എടുക്കും, എങ്ങനെ വേൾഡ്സ് ലാർജസ്റ്റ് സൺഡയലിൻ്റെ മുകളിൽ കയറും, ഇതൊന്നും പ്രായോഗികമല്ല. അങ്ങനെ അച്ഛനും മോളും കുറേ നേരം ആ പുല്ലിൽ കിടപ്പ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ജാനുമിക്ക് ഒരു അണ്ണാനെ കിട്ടി. ഒരണ്ണാനല്ല, കുറേ അണ്ണാന്മാർ. എന്താ കഴിക്കുന്ന നെക്സ്റ്റ് സ്റ്റോപ്പ് ജയ്പൂരിലെ ഒരു റെക്കമെൻഡഡ് കുൽഫി കട, പണ്ഡിറ്റ് കുൽഫി. കൊള്ളാം. ഇത് നമ്മൾ ശരിക്കും ഒരു വ്ളോഗിൽ ജയ്പൂരിലെ നല്ല ഈട്രീസ് എന്നൊക്കെ പറഞ്ഞൊരു വ്ളോഗ് കണ്ടതിൽ ഈ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജയ് ഓംലെറ്റ് എന്ന് പറഞ്ഞൊരു കുട്ടി ഇങ്ങനെ ഓംലെറ്റ് വയ്ക്കുന്ന കടയായിരുന്നു അത്. പിന്നെ ഇങ്ങനെ ലൈക്ക് ഒരു റെസ്റ്റോറൻറ്റ് പോലെ ആയതാണ്. ഇവിടെ സിൻസ് 1981 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഇൻറ്റീരിയേഴ്സ് മൊത്തം ഒരു മുട്ടമയമായിരുന്നു. ഇത് ആ ചെയറിൻ്റെ കവേഴ്സ് പോലും കണ്ടോ, ഒരു മുട്ട ബ്രേക്ക് ആയതുപോലത്തെ ഒരു കവറും, മൊത്തത്തിൽ ഒരു എഗ് തീംഡ് ലുക്കായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഓംലെറ്റ് പിസ്സ ടൈപ്പ് ഒരു സാധനവും പിന്നെ എഗ് ബുർജി ആൻഡ് എന്തോ ഒരു സെറ്റ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു എഗ് പേസ്റ്റ് സാൻഡ്വിച്ച് പോലത്തെ, അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തു. ഒരു ഐറ്റം ഓൾറെഡി തീർന്നു കഴിഞ്ഞു, ഇതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. കൊള്ളാമല്ലേ? പല പല വെറൈറ്റി കൊള്ളാം. നമ്മുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ടു വിസിറ്റ് ആൽബർട്ട് ഹാൾ മ്യൂസിയം അതും ചീറ്റിയിരിക്കുകയാണ്. വിശദ വിവരങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത വ്ളോഗിൽ പറയാം. ഐസ്ക്രീം ഇല്ലേ? ഞാനും എന്താ കഴിക്കാൻ പോണേ? ഐസ്ക്രീം അല്ല, വേറൊരു പേര് പറഞ്ഞല്ലോ. എന്ത് കഴിക്കാൻ പോണേ? ഇങ്ങോട്ട് പറ, വാ. എന്താ കഴിക്കാൻ പോണേ? കുഫി. അപ്പോൾ ഇത് മസാല ചോക്ക് എന്ന് പറഞ്ഞ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. കുൽഫി എവിടെ കിട്ടും? ആ പറഞ്ഞത് കേട്ടായിരുന്നു, അതാണ് സത്യം. ഞങ്ങൾ മറ്റേ സഞ്ജയ് ഓംലെറ്റിലൊക്കെ പോയി ഭയങ്കര ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ചായയും ജാനുമിക്ക് കുൽഫിയും മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. പക്ഷെ നമ്മൾ പിന്നൊരു ദിവസം പോകുന്നുണ്ട്. ഉണ്ണിമയ്ക്ക് ജലദോഷമാണ്, ഒന്നും അറിയില്ല. പക്ഷെ ആക്ച്വലി ഈ ചായക്ക് നല്ല റോസിൻ്റെ ഫ്ലേവർ ഉണ്ട്. അതായിരിക്കും ഗുലാബ് ജി ചായ് വാല എന്ന് പറയുന്നത്. കണ്ട റോസാപ്പൂ ഉണ്ടോ? റോസ
ഒരു പ്രത്യേക ഫ്ലേവർ. അങ്ങനെ മഹാവീർ റബഡിയിലെ താലിയൊക്കെ ഒന്ന് കണ്ണു വെച്ചെങ്കിലും വയറ് ഫുള്ളായതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ബയോടുകൂടി ഇന്നത്തെ വ്ളോഗ് നിർത്തിയാലോ. ഇനിയുണ്ട് 2 ദിവസം ജയ്പൂരിൽ. സീ യു ഓൺ ദോസ് വ്ളോഗ്സ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വൺ. ചെയ്തോ ജമ്പിങ് ചെയ്തോ, അമ്മ ഇവിടെ ഉണ്ട്, ജമ്പിങ് ചെയ്തോ. ബൈ.